ഡോക്ടർ കെ.ജെ. യേശുദാസ്, കാട്ടാശ്ശേരിൽ ജോസഫ് യേശുദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. 1940 ജനുവരി 10 അദ്ദേഹം ജനിച്ചത്. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ കെ.ജെ. യേശുദാസാണ്. ഡോക്ടർ കെ.ജെ. യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ 8 തവണ ദേശീയ പുരസ്കാരം, മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ കെ.ജെ. യേശുദാസിന് ലഭിച്ചിട്ടുണ്ട്. 1975 പത്മശ്രീ നൽകി രാജ്യം ഡോക്ടർ കെ.ജെ. യേശുദാസിനെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2002 പത്മഭൂഷൺ നൽകി ഇന്ത്യ മഹാരാജ്യം ഡോക്ടർ കെ.ജെ. യേശുദാസിനെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2017 രാജ്യം, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പത്മവിഭൂഷൺ നൽകി ഡോക്ടർ കെ.ജെ. യേശുദാസിനെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2025 MS സുബ്ബലക്ഷ്മി പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ കെ.ജെ. യേശുദാസാണ്. ഹരിത കേരളം പദ്ധതിയുടെ അംബാസഡർ ആരാണ്? ഹരിത കേരളം പദ്ധതിയുടെ അംബാസഡർ ആരാണ്? ഡോക്ടർ കെ.ജെ. യേശുദാസാണ്. ഡോക്ടർ കെ.ജെ. യേശുദാസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ നാദവിസ്മയം ഡോക്ടർ കെ.ജെ. യേശുദാസാണ് കേട്ടോ. ഗാനഗന്ധർവൻ ഡോക്ടർ കെ.ജെ. യേശുദാസാണ്. ഡോക്ടർ കെ.ജെ. യേശുദാസിന് ഏതാണ്ട് 50,000-ൽ പരം അല്ലെങ്കിൽ 40,000-ൽ പരം ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ.ജെ. യേശുദാസ്. അദ്ദേഹം അതുപോലെ തന്നെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അതുപോലെ പശ്ചിമ ബംഗാൾ, ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, ഡോക്ടർ കെ.ജെ. യേശുദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ആസാമീസ്, കാശ്മീരി എന്നീ ഭാഷകൾ ഒഴികെ മറ്റ് ഇന്ത്യയിലെ പ്രമുഖ ഭാഷകളിലൊക്കെ ഡോക്ടർ കെ.ജെ. യേശുദാസ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിലും അദ്ദേഹം ഒരുപാട് നല്ല ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ.ജെ. യേശുദാസിന് 2026 ജനുവരി 10 86ാമത്തെ ജന്മദിനമാണ്. മലയാളത്തിൻ്റെ പ്രിയ ഗാനഗന്ധർവന് 1000 പിറന്നാളാശംസകൾ നേരുകയാണ്. വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ദാസാർ.